സി കെ ശശീന്ദ്രൻ, ഇവിടെ നേരത്തെ രാജു പി നായർ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. ഇവിടെ 2015 മുതൽ ഉരുൾപൊട്ടലിൻ്റെ കണക്കെടുത്താൽ രാജ്യത്തുണ്ടായ 65% ഉരുൾപൊട്ടൽ നമ്മുടെ നാട്ടിലാണ്. അതും 3 ജില്ലകളിൽ, പത്തനംതിട്ട, വയനാട്, ഇടുക്കി എന്നീ പറയുന്ന ജില്ലകളിൽ സമാനതകളില്ലാത്ത ദുരന്തമാണ്. അപ്പോൾ നമ്മൾ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് കാൽപ്പനികമായി പറയാമെങ്കിലും അങ്ങേയറ്റം റിസ്ക് പ്രോൺ സ്റ്റേറ്റായി നമ്മൾ മാറുകയാണ്. ഈ പറയുന്ന മലകൾക്കടിയിൽ ഇപ്പോൾ ചങ്കിടിച്ച് കഴിയേണ്ടി വരുന്ന 100 മനുഷ്യരുള്ള നാടാണ്. സമഗ്രമായി കേരളത്തിൻ്റെ മുന്നോട്ടേക്കുള്ള പോക്കിൽ ഉണ്ടാവാനിടയുള്ള പ്രകൃതി ദുരന്തങ്ങൾ അത്രയും മുന്നിൽ കണ്ടുള്ള ഒരു സമഗ്രമായ പ്ലാൻ ഇനിയും വൈകിക്കൂടാ സി കെ ശശീന്ദ്രൻ? തീർച്ചയായും നൂറുദ്ദീൻ്റെ വാക്കുകൾ നമ്മളെല്ലാവരും വേദനിപ്പിക്കുന്നതാണ്. എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ ചുമതലകൾ 10 മടങ്ങ് ഒരു സാമൂഹ്യ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. വയനാട് വലിയ രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇരയാകുന്ന ഒരു ജില്ലയാണ്. വയനാട് മാത്രമല്ല, കേരളത്തിൻ്റെ പല മേഖലകളിൽ. ഞാൻ വയനാടായതുകൊണ്ട് വയനാടിൻ്റെ കാര്യം പ്രത്യേകം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. തീവ്രമായ വരൾച്ച ചിലപ്പോൾ ഉണ്ടാകുന്നുണ്ട്, തീവ്രമായ മഴയുണ്ടാകുന്നുണ്ട്, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, ഇന്നലെയാണെങ്കിൽ ഭൂമിക്കകത്തുള്ള പ്രകമ്പനം എന്നുള്ള പ്രതിഭാസം, ഇങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ ഉള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് കേരളം എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് കേരളത്തിൻ്റെ ഇതിനെ മുറിച്ചു കടക്കാൻ കഴിയാവുന്ന രീതിയിൽ, അതിജീവിക്കാൻ കഴിയാവുന്ന രീതിയിലേക്കുള്ള ഒരു നയപരമായ തീരുമാനങ്ങളിൽ എല്ലാത്തിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയണം. വീടുണ്ടാക്കുമ്പോൾ എങ്ങനെ വീടുണ്ടാക്കണം, ഇന്നത്തെ രീതിയിലുള്ള വീട് വേണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ ഗൗരവമായി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുക. വീടിൻ്റെ മാത്രം കാര്യം ഞാൻ പറഞ്ഞത്, നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന രീതിയിൽ ഉദ്ദേശിച്ചാൽ മതി. ആ അർത്ഥത്തിലേക്ക് കൃഷിയും ഭൂമിയും വീടും ഒരേ സ്ഥലത്ത് തന്നെ വേണോ, കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മാറി സുരക്ഷിതമായ സ്ഥലത്ത് വീട്, ഇങ്ങനെ തുടങ്ങിയുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. ഒരു പുതിയ നയപരമായ തീരുമാനങ്ങൾ നമുക്ക് അക്കാര്യത്തിൽ എടുക്കേണ്ടതുണ്ട്. ഒട്ടേറെ പഠനങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും അതൊന്നും വേണ്ടത്ര ഗൗരവത്തിൽ പരിഗണിച്ചിട്ടുണ്ടോ എന്നത് നമ്മളെല്ലാവരും ആത്മവിശ്വാസം നടത്തേണ്ടതാണ്, പലവിധ ഘടകങ്ങളുടെ ഭാഗമായിട്ട് എല്ലാവരും. തീർച്ചയായിട്ടും ഞാൻ ഈ വെള്ളാർമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുഭവം ഞാൻ പറയാം. 84 ഇതുപോലെ അവിടെ ഉണ്ടായതാണ്. അതിനു മുമ്പ് നേരത്തെ ശ്രീ സന്ദീപ് വാര്യരോട് സൂചിപ്പിച്ചതുപോലെ ചെമ്പ്ര മേഖലയിൽ 60കളിൽ പാടി ഉൾപ്പെടെ പോയതാണ്. ഞങ്ങളൊക്കെ ഓർമ്മ വെച്ച കാലത്ത് 4ാമത്തെ ദുരന്തമാണത്. 84 എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് അവിടെ ഉണ്ടായതാണ്. അതുപോലെ തന്നെ പിന്നീട് 2018 19 20 ഇപ്പോൾ 24 അങ്ങനെ വലിയ രീതിയിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ ആ പ്രദേശങ്ങളെക്കുറിച്ച് എവിടെയാണ് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന സ്ഥലം ഏതാണ്, താമസയോഗ്യം ഏതാണ്, താമസയോഗ്യമല്ലാത്ത ഏതാണ്, താമസയോഗ്യമുള്ള സ്ഥലത്ത് തന്നെ വീടും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും ജീവിതവും ആരംഭിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇന്നത്തെ പോലെയുള്ള രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണോ വേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ, കോറികളുടെ കാര്യത്തിൽ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലെല്ലാം ഒരു ചിന്ത വളരെ അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ വരെ ഇതെല്ലാം നമുക്ക് വേണം. ഒന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിനെ നമുക്ക് ഇന്നത്തെ രീതിയിൽ അല്ല വേണ്ടത്. അതൊന്ന് പുതുതായിട്ട് രൂപകൽപ്പന ചെയ്യേണ്ടുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട്. അതിന് അടിയന്തരമായിട്ട് നമുക്ക് ഇടപെടേണ്ടതുണ്ട്. പുതിയ പുനരധിവാസത്തിൽ ഈ ആളുകളുടെ താമസം മാത്രമല്ല ഉൾപ്പെടുത്തേണ്ടത്. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ദുരന്തത്തിൽ ഇടപെട്ടു പോയി ജീവിച്ചിരിക്കുന്നവരുടെ പുനരധിവാസം മാത്രമല്ല, രാജ്യത്തിൻ്റെ നാടിൻ്റെ പുനരധിവാസമായിട്ട് നമുക്കതിനെ കാണാൻ വേണ്ടി കഴിയണം. നാളെ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ എന്താ സ്വീകരിക്കാൻ വേണ്ടി കഴിയണം. കുറച്ച് നിശ്ചിതാർത്ഥ്യമുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ചിലപ്പോൾ. അത്തരം വരുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് വിവാദങ്ങളൊക്കെ വരട്ടെ, എന്നാലും സാരമില്ല. പക്ഷേ നമുക്ക് ജീവിക്കണ്ടേ, വരും തലമുറയ്ക്ക് ജീവിക്കണ്ടേ. ഈ ഭൂമി വരും തലമുറയ്ക്ക് കൈമാറാനുള്ളതല്ലല്ലോ, ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടിയുള്ളത് മാത്രമല്ലല്ലോ, വരും തലമുറയ്ക്കും കൂടി കൈമാറാനുള്ളതാണല്ലോ. ആ ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ടല്ലോ. ആ ഉത്തരവാദിത്വം കൂടി നിർവഹിക്കാൻ കഴിയാവുന്ന രീതിയിലേക്കുള്ള ഒരു ഇടപെടൽ അനിവാര്യമാണെന്ന് എല്ലാവരോടും വിളിച്ചു പറയുന്ന, എല്ലാവരുടെയും മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി പറയുന്ന ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. അത്രയും ഗൗരവമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയണം. ആ അർത്ഥത്തിൽ അതിനെ ഇടപെടാൻ വേണ്ടി കഴിയണം. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞ ആൾക്കാർ ഇത്തരം കാര്യങ്ങളിലൊക്കെ യോജിക്കുകയല്ലാണ്ട് അതിനകത്ത് വിയോജിക്കേണ്ട കാര്യമൊന്നും ഇക്കാര്യത്തിലുണ്ടെന്ന് എനിക്ക് പൊതുവേ തോന്നുന്നില്ല. പിന്നെ വിഷയങ്ങൾ വരുമ്പോൾ ഓരോന്നനുസരിച്ച് ചിലപ്പോൾ പ്രത്യേകമായ ചർച്ചകളൊക്കെ ചെയ്യേണ്ടി വരും. ഇവിടെ തന്നെ സ്കൂൾ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനം എന്താ വെച്ചാൽ ആ 2 സ്കൂളുകളും മേപ്പാടിക്ക് മാറ്റുകയാണ്. അവിടെ തന്നെ നിർമ്മിക്കാനല്ല ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഭാവിയിൽ എവിടെ വേണമെന്ന് ചർച്ച ചെയ്യണം. വൈകാരികമായിട്ട് അവിടെ തന്നെ വേണോ വേണ്ടോ എന്നുള്ളതൊക്കെ നല്ലപോലെ ചർച്ച ചെയ്ത് ആളുകളെ ഉൾപ്പെടുത്തി ബോധ്യപ്പെടുത്തി എടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ജനങ്ങളുടെ ഇപ്പോൾ ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും ജനാധിപത്യപരമായിട്ട്, ഇപ്പം അനാഥ മൃതദേഹങ്ങൾ എവിടെ അടക്കം ചെയ്യണം ഒരു വിഷയം വന്നു. അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാർ വരുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ചെയ്യണം എന്നാവശ്യം ഉന്നയിച്ചു. ജില്ലയുടെ പല ഭാഗത്തുള്ള പഞ്ചായത്തുകളിൽ ഉള്ള ശ്മശാന ഭൂമികളും പൊതു ശ്മശാനങ്ങളെല്ലാം അതിനുവേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ജില്ലാ ഭരണകൂടം തയ്യാറാക്കി വെച്ചിരുന്നു. അപ്പോഴാണ് ഒരു ആവശ്യം ഉന്നയിച്ച് വരുന്നത് അവിടെ തന്നെ വേണം.
അവിടുത്തെ സർവകക്ഷി യോഗം ചേർന്നു, അവരൊരു തീരുമാനം എടുത്തു, സർവകക്ഷി പ്രതിനിധി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമിതി അതിനുണ്ടാക്കി. അങ്ങനെയാണ് അതൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജനാധിപത്യപരമായിട്ട് സുതാര്യമായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ജനാധിപത്യം സുതാര്യമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ശാസ്ത്രീയ അടിത്തറയും കൂടി അതിന് വളരെ പ്രധാനപ്പെട്ടതാണ്.